ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാസ് വേൾഡ്. ഇന്ന് നമുക്കൊരു ചീസി പിസ്സ ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിസ്സ സോസ് വേണം. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൽ ഒരല്പം കുരുമുളകും ഒറിഗാനോ മിക്സ് ചെയ്തതായാലും മതി. പിന്നെ മിക്സ്ഡ് വെജീസ്, ഇവിടെ ഞാനിപ്പം ഗ്രീൻ, യെല്ലോ, റെഡ് കാപ്സിക്കം, ഓണിയൻ ആൻഡ് ഡീസീഡഡ് ടൊമാറ്റോ, ഒരല്പം ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ ഷ്രെഡഡ് മൊസറല്ല ചീസ്, ബ്ലാക്ക് ഒലീവ്സ് ആൻഡ് കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇനിയൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടായാൽ നമുക്കൊരു മീഡിയം സൈസ് ദോശ ചുട്ടെടുക്കാം. നെയ്റോസ്റ്റ് പോലെ നന്ന കനം കുറഞ്ഞ ദോശയല്ല, ഒരല്പം കനത്തിൽ തന്നെയാണ് നമുക്ക് ഈ ദോശ ചുടേണ്ടത്. ദോശയൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ദോശമാവ് മുകളിലൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇൻഷാ അല്ലാ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൊസറല്ല ചീസിൽ നിന്നും ഒരല്പം മൊസറല്ല ചീസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലായിട്ട് അരിഞ്ഞു വെച്ച എല്ലാ വെജീസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബ്ലാക്ക് ഒലീവ്സും കുറച്ച് ചില്ലി ഫ്ലേക്സും ക്രഷ് ചെയ്ത ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കണം. നമ്മുടെ പിസ്സ ദോശ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ചീസൊക്കെ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്നൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പിസ്സ കട്ടറോ കത്തിയോ എടുത്ത് നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചീസി സോസി യമ്മി പിസ്സ ദോശ ഇതെവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ എന്നെ കമൻറ്റിലേക്ക് കൂടി അറിയിക്കില്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.